എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ചോദ്യ നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026 എങ്ങനെയാണെന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ചോദ്യ നക്ഷത്രക്കാരുടെ ഏപ്രിൽ 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. High Priestess, Six of Cups, Star Energy, World Card, Queen of Pentacles and Four of Cups energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈ പ്രീസ്റ്റസ് ആൻഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു മാസം പൊതുവിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് നിങ്ങളിലുള്ളത്. ക്രിയേറ്റിവിറ്റി, അതായത് സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ, നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഒത്തിരി ഉയരത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പ്രൊഫഷണലി നിങ്ങൾ ജോലി സംബന്ധമായിട്ട് ഏത് ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ കലാപരമായിട്ടുള്ള നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളും നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെ ആത്മവിശ്വാസപൂർണ്ണമായിട്ടുള്ള ഒരു സമയത്തിലൂടെയായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. ആത്മവിശ്വാസം വളരെയധികം കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ബോൾഡായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതോട് വളരെയധികം താല്പര്യം, അതായത് സ്വന്തം നിലനിൽപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ അത് ജോലി സംബന്ധമായിട്ടും പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതോടൊപ്പം കൂടെയുള്ളവരെ മറ്റുള്ളവരെ സഹായിക്കുന്ന തരത്തിലും ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. അപ്പം സ്വന്തം ലൈഫ് മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതല്ലാതെ മറ്റുള്ളവരെ കൂടി സഹായിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട്, അതായത് വേറെ ആളുകൾ എന്ത് ചിന്തിക്കുന്നതിനെ കുറിച്ചിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ ലൈഫ് വളരെ അടുക്കും ചുറ്റിയോടും മെച്ചൂരിറ്റിയോടും കൂടിയിട്ട് നിങ്ങളുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതിനു മുമ്പ് ശ്രമിച്ചിട്ട് വിജയിക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ഓരോരുത്തരെയും സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാവാം. ഇപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ട് ഇപ്പോൾ ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, പല ബിസിനസ് ട്രൈ ചെയ്തിട്ട് അതിലൊക്കെ പരാജയപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ കഴിഞ്ഞുപോയ കാലത്തിലെ ഈ പാസ്റ്റ് ഫെയിലിയേഴ്സ് അല്ല നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങൾ വീണ്ടും നിങ്ങൾ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആത്മവിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു എനർജി തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ട് കിട്ടാതെ പോയ എക്സാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഫൈനലി നിങ്ങൾ ആ ഒരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ജോബ്സിനൊക്കെ ട്രൈ ചെയ്തു, PSC എക്സാംസ് ഒക്കെ ഒത്തിരി എഴുതിയിട്ട് കിട്ടാതെ പോയവർ വീണ്ടും ശ്രമിക്കുകയും റാങ്ക് ലിസ്റ്റിൽ എത്തുക, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ വളരെ താഴെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിട്ടില്ലാത്തവർ വീണ്ടും ശ്രമിച്ച് ഒരു ഉയർന്ന റാങ്കിലേക്ക് വരികയും അങ്ങനെ റാങ്ക് ലിസ്റ്റിലേക്ക് പോകാനുള്ള ചാൻസസ് ഒക്കെ ഉള്ള സമയമാണ്. ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പിന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ 6 of Pentacles ആൻഡ് വേൾഡ് കാർഡാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ വളരെയധികം താല്പര്യരാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു അതിർവരമ്പുണ്ട്. ആ ഒരു അതിർവരമ്പ് എന്താണെന്ന് മനസ്സിലാകാറില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, ഇപ്പോൾ എപ്പോഴും എല്ലാവരും കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും കേട്ട് നിൽക്കുക എന്നുള്ളത്, സ്വന്തം ആത്മാഭിമാനം പണയം വെച്ച് നിൽക്കുന്നതാണ് കൈൻഡ് ഹാർട്ടഡ് അല്ലെങ്കിൽ ദയാദാക്ഷിണ്യം എന്ന് പറയുന്നത്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും കേൾക്കുക എന്നുള്ളതാണ് എന്നുള്ളൊരു ചിന്തയായിരിക്കും ചില ആളുകളിൽ. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കളിയാക്കലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു മറുപടി പറഞ്ഞാൽ, ഇപ്പോൾ ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നവരെയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചിരിച്ച് നിൽക്കുക അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു രീതിയിൽ നിന്ന് വളരെയധികം ആത്മീയമായിട്ട് ഉയർന്ന തലത്തിൽ നിൽക്കുന്നതാണ്. ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് വളരെ പക്വതയോട് കൂടിയിട്ട് അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കാതെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി ആ വ്യക്തിക്ക് കൊടുത്താൽ മറുപടി പറയേണ്ടുന്ന ഒരാളല്ല എന്നുള്ളൊരു ചിന്ത പലരിലും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഒരു കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതല്ല ദാക്ഷിണ്യം. ഒരാൾ നിങ്ങളെ അപമാനിച്ച് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് കോട്ടം തട്ടാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നു, പക്ഷേ മറ്റുള്ളവർ ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സ്വയം കൊച്ചാക്കി കാണിക്കേണ്ടുന്ന ഒരാവശ്യമില്ല.
എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവർ ചുറ്റുമുള്ള ആളുകളൊക്കെ വളരെ താഴെ ഇതിൽ നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊച്ചാക്കി കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യകതയില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എന്താണോ അത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടൊരു നല്ല ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു വലിയൊരു ഡോക്ടറേറ്റ് നേടിയ ഒരു വ്യക്തിയാണ്, പക്ഷേ ഒരു BSc എടുത്ത ഒരു വ്യക്തിയാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നതെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കൽ നിങ്ങളെ കുറച്ച് കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ അതാണ് എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന താഴേക്കിടയിലാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ താഴേക്കിടയിലേക്ക് വരേണ്ട ആവശ്യമില്ല. അതായത് ഷോ ഓഫ് അതിനൊരു വളരെയധികം വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ ചില ആളുകൾ ഷോ ഓഫ് ആയിരിക്കും, മറ്റു ചിലർ തീരെ കുറച്ച് കാണിക്കാം. മിഡിൽ ഇതിൽ നിൽക്കാൻ അറിയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാണിക്കൽ എന്നുള്ളതല്ല, ഷോ ഓഫ് എന്നുള്ളതിലല്ല. അതേസമയം തീരെ താഴത്തേക്ക് ഒന്നുമല്ലാതെ കാണിക്കുകയും ചെയ്യാതെ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുക. അത് കണ്ടിട്ട് മറ്റൊരാൾക്ക് വേറൊരു ഫീലിംഗ് വരുന്നുണ്ട് എങ്കിൽ എല്ലാവരും അവരവരുടെ ലൈഫിൽ എങ്ങനെയാണോ അതൊരു മോട്ടിവേഷനായിട്ട് എടുത്ത് ആ ലെവലിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നതാണെങ്കിൽ ഓക്കെ. അല്ലാതെ പലർക്കും വേറൊരാളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ അതിനോട് വരുന്നൊരു കുശുമ്പോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ലൈഫിലില്ല, നിങ്ങൾ ആ ഒരു രീതിയിലുള്ള സംസാരങ്ങളോ രീതികളോ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ പോകാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾ യാത്രകൾ പോവാതിരിക്കുക എന്നുള്ളതല്ലല്ലോ. അപ്പോൾ പലയിടങ്ങളിലും നിങ്ങൾ മാറ്റങ്ങൾ മനസ്സിലാക്കാം. മറ്റുള്ളവരോടുള്ള ദയാദാക്ഷിണ്യം എന്നുള്ളത് അത് പ്രകടിപ്പിക്കുക. അതേസമയം സ്വന്തം ലൈഫിൽ സ്വന്തം ഇഷ്ടമുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മേടിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വാങ്ങിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ട്രാവൽ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വിദേശ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ യാത്രകളൊക്കെ പോയി വരുന്ന ഒരു സിറ്റുവേഷൻ. സ്റ്റാർ ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നേറാൻ പറ്റിയ സമയമാണ്, കരിയറിൽ മുന്നേറാൻ പറ്റിയ സമയമാണ്. അപ്പം ജോലി സംബന്ധമായിട്ട് പ്രൊമോഷനും അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. സ്റ്റെബിലിറ്റി, ജീവിതത്തിലൊരു സ്ഥിരത വരുന്നുണ്ട്. അപ്പോൾ സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയല്ല നിങ്ങൾക്കിപ്പോൾ ഉള്ളതെങ്കിൽ സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ലൈഫ് നിങ്ങളുടെ ജീവിതം വീണ്ടും റീബിൽഡ് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷനാണ്. പല കാര്യങ്ങളും റീഇവാലുവേറ്റ് ചെയ്യുന്ന സമയം കൂടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങളൊരു പ്രത്യേക ജോലിയിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണോ ഉള്ളതെങ്കിൽ ഈ ഒരു രീതിയാണോ എൻ്റെ ലൈഫ്, ഇങ്ങനെയാണോ ഞാൻ മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അത് ഡബിൾ ചെക്ക് ചെയ്ത്, അതായത് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫൗണ്ടേഷൻ ഇങ്ങനെയാണോ ഇനി ലൈഫ് മുന്നോട്ടേക്ക്, ഇവിടെയാണോ ഞാൻ നിൽക്കേണ്ടത്, സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇവിടെയാണോ ഞാൻ ഇനി മുന്നോട്ടേക്ക് ജീവിതം നയിക്കേണ്ടതെന്നുള്ളത് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ 4 ഓഫ് കപ്സ് ആൻഡ് സ്റ്റാർ കാർഡാണ്. നിങ്ങളുടെ ഉള്ളിൽ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾ ഒരു ഇമോഷണലി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന, അതായത് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഫ്രസ്ട്രേഷൻ, ഡിപ്രഷൻ മോഡിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കേണ്ടുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവർ, വീട്ടമ്മമാർ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്ന ലൈഫിൽ അങ്ങനത്തെ ഒരു എനർജി, ഒരു നെഗറ്റീവ് ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്നു. മറ്റുള്ളവരുമായിട്ട് ഒത്തിരി സോഷ്യലി ആക്റ്റീവ് ആകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് ചിലവഴിക്കുന്നു. യാത്രകൾ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രകൃതിയായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുന്നതും മെഡിറ്റേറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ, യോഗ, സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന എനർജിയാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെയധികം ദൈവാനുഗ്രഹമുള്ള സമയമാണ്. നിങ്ങൾക്ക് അതേപോലെ തന്നെ ഭക്തി കൂടുതൽ ഫീൽ ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോകുന്ന സാധ്യതകൾ, അതിന് പല ആളുകളെ കാണുക, സംസാരിക്കുക, അതേപോലത്തെ സിറ്റുവേഷൻ, ഹൈ പ്രീസ്റ്റസ് എനർജി സിറ്റുവേഷൻ ആൻഡ് സ്റ്റാർ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലുള്ള നെഗറ്റീവ് ഫീലിങ്സിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നിങ്ങൾക്ക് സഹായകരമാകുന്ന സ്പിരിച്വാലിറ്റിയാണ്. അതുപോലെ ആ ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. സെലിബ്രേറ്റ് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാക്കുന്ന സമയം കൂടിയിട്ടാണ്. അപ്പം ആഘോഷങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് ഒരു മൈൽ സ്റ്റോണിലേക്ക് നിങ്ങൾ കടക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതം ആഘോഷമാക്കി മാറ്റുന്നൊരു സമയമാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് ഒത്തിരി നെഗറ്റീവ് ഫീലിങ്സ് വരുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്
ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അതൊഴിച്ചാൽ പൊതുവേ ഒരു നല്ല സമയം തന്നെയായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.